ആ 11 ആകുമ്പോഴത്തേനും യുദ്ധത്തിനൊരു കാഠിന്യം കുറയുമെന്നൊക്കെ ഉള്ള പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അത് പറ്റുവാണെന്ന ഇതിന്റെ ലിങ്ക് ഇടാം, നിങ്ങൾ അതൊന്ന് കേട്ടിരിക്കുക. പിന്നെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വ്യാഴത്തിന്റെ വീഡിയോ താല്പര്യമുള്ളവർക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് അറിവ് കിട്ടുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. അശ്വതി നക്ഷത്രം. അപ്പൊ അശ്വതി നക്ഷത്രം നോക്കിക്കഴിഞ്ഞാല് മേടൻ രാശിയാണ്. അപ്പൊ ഇതിനകത്ത് 4 പാദങ്ങളാ ഉള്ളതെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാല് നമ്മള് ഇതിന്റെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ ചൊവ്വാണ്. അതുപോലെ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന കേതുവാണ്, സൂര്യകർമ്മയാണ്. അപ്പൊ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു കർമ്മത്തിൽ നിന്ന് മാത്രം നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു അവരുടെ നക്ഷത്രാധിപനാണെന്ന്. അപ്പൊ അവർക്ക് ആ ചൊവ്വയുടെ ആയിട്ടുള്ള ഒരു പിടിവാശി, ദേഷ്യം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം, എനിക്കത് ചെയ്ത് തീർക്കാൻ പറ്റും. കാരണം ചൊവ്വ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ലെവൽ ഓഫ് എനർജി ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആ ഒരു കോമ്പിനേഷന്. അതുപോലെ പ്രത്യേകിച്ച് കേതു ഒക്കെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ മുടിയൊക്കെ ചുരുണ്ടിച്ചിരിച്ച് ചെറിയ